എല്ലാവർക്കും നമസ്കാരം. ഇതിനു മുമ്പത്തെ വീഡിയോ സെഷനിൽ ടോർഷൻ ബാറിൻ്റെ ഘടകങ്ങൾ നീക്കം ചെയ്ത് ഡിസ്മാൻഡിൽ ചെയ്യുക, ടോർഷൻ ബാർ അസംബിൾ ചെയ്ത് വാഹനത്തിൽ ഫിറ്റ് ചെയ്യുക, കോയിൽ സ്പ്രിംഗ് നീക്കം ചെയ്യുക എന്നിവ നമ്മൾ കണ്ടു. അതിന് തുടർച്ചയായി ഈ വീഡിയോ സെഷനിൽ കോയിൽ സ്പ്രിംഗ് അസംബിൾ ചെയ്യുക, ഷാക്കിൾ നീക്കം ചെയ്യുക, ഷാക്കിൾസ് പരിശോധിക്കുക, ലീവ് സ്പ്രിംഗ് നീക്കം ചെയ്യുക, കേടായ ഭാഗങ്ങൾ പരിശോധിക്കുകയും മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുക, ലീവ് സ്പ്രിംഗ് അസംബിൾ ചെയ്യുക, ലീവ് സ്പ്രിംഗ് പുനഃക്രമീകരിക്കുക എന്നിവ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇത് ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ, യന്ത്രസാമഗ്രികൾ, മെറ്റീരിയലുകൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, ജാക്ക് ഒരെണ്ണം, ചുറ്റിക 1, ഹെവി വെഹിക്കിൾ ഒരെണ്ണം, കോട്ടൺ വേസ്റ്റ് ആവശ്യാനുസരണം, ഗ്രീസ് ആവശ്യാനുസരണം, ഓയിൽ ആവശ്യാനുസരണം, ബുഷ് ആവശ്യാനുസരണം. കോയിൽ സ്പ്രിംഗ് സംയോജിപ്പിക്കുക. ലോവർ ആം ഒരു ബുഷും നട്ട്സും ഉപയോഗിച്ച് ശരിയാക്കുക. അപ്പർ ആം ഒരു ബുഷും നട്ടും ഉപയോഗിച്ച് ശരിയാക്കുക. ലോവർ ആമിൽ കോയിൽ സ്പ്രിംഗ്, ഷോക്ക് അബ്സോർബർ എന്നിവ ചേർക്കുക. ലോവർ ആമിൻ്റെ കീഴിൽ ഒരു ജാക്ക് ഇട്ട് ജാക്ക് ഉയർത്തുക. കൈകൾ വിന്യസിച്ച് ഇന്നർ ഷാഫ്റ്റ് ഒരു വാഷർ ഉപയോഗിച്ച് തിരിക്കുക. നട്ടുകൾ മുറുക്കുക. അപ്പർ ബോൾ ജോയിന്റ്, ലോവർ ബോൾ ജോയിന്റ് എന്നിവ സ്പിൻഡിൽ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് മുറുക്കുക. ഷോക്ക് അബ്സോർബർ നട്ട് മുകളിൽ ഘടിപ്പിച്ച് മുറുക്കുക. ഗ്യാസ്കറ്റ് ശരിയാക്കുക. സ്പിൻഡിലിൽ ബ്രേക്ക് അസംബ്ലി ഘടിപ്പിച്ച് ബോൾട്ടുകൾ മുറുക്കുക. ഗ്രീസ് റീറ്റെയിനറിനൊപ്പം ഇന്നർ ബെയറിംഗും ചേർക്കുക. ബ്രേക്ക് ഡ്രംസ് ശരിയാക്കുക. വാഷർ ഉപയോഗിച്ച് ഔട്ടർ ബെയറിംഗ് ഇടുക. അഡ്ജസ്റ്റിംഗ് നട്ട് മുറുക്കി ബെയറിംഗ് പ്ലേ ക്രമീകരിക്കുക. സ്പിൻഡിലിൽ കാസൽ നട്ട് ശരിയാക്കി അത് മുറുക്കുക. കോട്ടർ, പിൻ, ഗ്രീസ് കപ്പ് എന്നിവ ശരിയാക്കുക. ലോവർ ആമിൻ്റെ അടിയിലേക്കുള്ള ജാക്ക് പുറത്തെടുക്കുക. വീൽ ശരിയാക്കി കൈകൊണ്ട് വീൽ നട്ടുകൾ മുറുക്കുക. വാഹനം ജാക്ക് ചെയ്ത് ചാസിസിൽ നിന്ന് ഹോസുകളെ പുറത്തെടുക്കുക. ജാക്ക് റിലീസ് ചെയ്യുക. നിർദ്ദിഷ്ട ടോർക്ക് അനുസരിച്ച് വീൽ നട്ട്സ് മുറുക്കുക. റിയർ വീലുകളിൽ നിന്ന് ചോക്ക് നീക്കം ചെയ്യുക. ഷാക്കിളുകൾ നീക്കം ചെയ്യുക. വീലുകൾ ചോക്ക് ചെയ്യുകയും സ്ക്രൂ ജാക്ക് ഉപയോഗിച്ച് വാഹനം ഉയർത്തുകയും ചെയ്യുക. ഫ്രെയിമിനടിയിൽ ഒരു ഹോസ് സപ്പോർട്ട് സ്ഥാപിക്കുക. അങ്ങനെ ലീവ് സ്പ്രിംഗ് ലോഡിൽ നിന്ന് മുക്തമാകും. ഡ്രോ ബോൾട്ട് നീക്കം ചെയ്യുക. ഗ്രീസ് നിപ്പിളുകൾ നീക്കം ചെയ്യുക. ഒരു പുള്ളർ ഉപയോഗിച്ച് ഷാക്കിൾ നീക്കം ചെയ്യുക. ഷാക്കിൾ നീക്കം ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ ബുഷ് മാറ്റി സ്ഥാപിക്കുക. ഷാക്കിൾ പരിശോധിക്കുക. കെറോസിൻ, ഹൈ പ്രഷർ വെള്ളം, വായു എന്നിവ ഉപയോഗിച്ച് എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കുക. ഷാക്കിൾ ബിൻ ബുഷുകൾ മാറ്റി സ്ഥാപിക്കുക. കേടായ ഭാഗങ്ങൾ മാറ്റി സ്ഥാപിക്കുക. ആവശ്യമെങ്കിൽ സ്പ്രിംഗ് ബുഷ്, ദ്വാരങ്ങളും ഷാക്കിളും ക്രമീകരിക്കുക. ഒരു വടി ഉപയോഗിച്ച് ബ്രാക്കറ്റ് ചെയ്യുക. ദ്വാരം ക്രമീകരിക്കാൻ നിങ്ങളുടെ വിരൽ ഉപയോഗിക്കരുത്. ഷാക്കുകൾ അസംബിൾ ചെയ്യുക. സ്പ്രിംഗ് ഐയിൽ ഷാക്കിൾ പിൻ ഉപയോഗിച്ച് ഷാക്കിൾ ഘടിപ്പിക്കുക. കേടായാൽ അസംബ്ലി മാറ്റുക. ഫ്രെയിമിൽ ഹാങ്ങർ ലോക്ക് ഉപയോഗിച്ച് ഷാക്കിൾ ഘടിപ്പിക്കുക. ഡ്രോ ബോൾട്ട് മുറുക്കുക. ഗ്രീസ് നിപ്പിൾ ഫിറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്യുക. വാഹനം ഉയർത്തി ഹോസ് നീക്കം ചെയ്യുക. വാഹനത്തിന്റെ ബോഡി അമർത്തി ഷാക്കിൾ ശരിയായ പ്രവർത്തനം പരിശോധിക്കുക. ലീവ് സ്പ്രിങ്ങുകൾ നീക്കം ചെയ്യുക. വീലുകൾ ചോക്ക് ചെയ്യുക. ഫ്രെയിം ജാക്ക് ചെയ്ത ചക്രങ്ങൾക്ക് നിലം ക്ലിയർ ആകാൻ മതിയായ രീതിയിൽ വാഹനം ഉയർത്തുക. ഫ്രെയിമിനെ പിന്തുണയ്ക്കാൻ ഒരു ഹോസ് വയ്ക്കുക. അതിനുശേഷം ജാക്ക് പുറത്തെടുക്കുക. ഷോക്ക് അബ്സോർബർ ഉണ്ടെങ്കിൽ വിച്ഛേദിക്കുക. ഷാക്കിൽ നിന്ന് ക്ലാമ്പ് ബോൾട്ട് നീക്കം ചെയ്യുക. സ്പ്രിംഗ് ഫിക്സിംഗ് ബോൾട്ടുകളും നട്ടുകളും പാഡുകളും നീക്കം ചെയ്യുക.
ആക്സിലുകളെ പിന്തുണയ്ക്കാൻ ജാക്ക് ഇടുക. ഗ്രീസ് നിപ്പിൾസ് നീക്കം ചെയ്യുക. പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെ ഷാക്കിൾ പിന്നുകൾ നീക്കം ചെയ്യുക. ആക്സിലിൽ നിന്ന് ലീഫ് സ്പ്രിംഗ് അസംബ്ലി നീക്കം ചെയ്യുക. കേടായ ഭാഗങ്ങൾ പരിശോധിക്കുകയും മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുക. സ്പ്രിംഗ് ഒരു പ്രസ്സിലിടുക. പ്രീ ക്യാമ്പർ അളക്കുക. ഫുൾ ലോഡ് ഉപയോഗിച്ച് ക്യാമ്പർ നിരീക്ഷിക്കുക. ഇത് നെഗറ്റീവ് ക്യാമ്പർ ആയിരിക്കും. സ്പ്രിംഗ് ഐസ് പ്രസ്സിൽ ഒരു ഉയർന്ന തലത്തിൽ സജ്ജമാക്കുക. സ്പ്രിംഗ് സെന്ററും ബേസ് പ്ലേറ്റും തമ്മിലുള്ള ദൂരം അളക്കുക. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഡിഫ്ലക്ഷൻ ലോഡ് പ്രയോഗിക്കുക. സ്പ്രിംഗ് സെന്ററും ബേസ് പ്ലേറ്റും തമ്മിലുള്ള ദൂരം വീണ്ടും അളക്കുക. സ്പ്രിങ്ങിന്റെ ഡിഫ്ലക്ഷൻ കണക്കാക്കുക. അതാണ് രണ്ട് റീഡിങ്ങുകൾ തമ്മിലുള്ള വ്യത്യാസം. ഡിഫ്ലക്ഷൻ ശുപാർശ പ്രകാരമല്ലെങ്കിൽ സ്പ്രിംഗ് ഒരു വൈസിൽ മുറുകെ പിടിക്കുക. സ്പ്രിംഗ്, ക്ലാമ്പ് എന്നിവയിൽ നിന്ന് നട്ടുകളും ബോൾട്ടുകളും നീക്കം ചെയ്യുക. വൈസിനെ സാവധാനം വിടുക. തുടർന്ന് സ്പ്രിംഗ് ലീഫ് വേർതിരിക്കുക. ഓരോ സ്പ്രിംഗ് ലീഫിലും വിള്ളലുകളോ കേടുപാടുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. സ്പ്രിംഗ് ലീഫ് നേർത്ത എണ്ണ ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഗ്രാഫൈറ്റ് ഓയിൽ പുരട്ടി വിള്ളൽ നിരീക്ഷിക്കുക. ഡാമേജ് ആയ ലീഫ് മാറ്റിസ്ഥാപിക്കുക. ഓരോ ലീഫിലും 10% ഗ്രാഫൈറ്റ് അടങ്ങിയ ഗ്രാഫൈറ്റ് എണ്ണ അല്ലെങ്കിൽ ഗ്രീസ് ഉപയോഗിച്ച് പുരട്ടുക. സ്പ്രിങ്സ് അസംബിൾ ചെയ്യുക. ന്യൂ ബുഷുകൾ ഫ്രണ്ട് സ്പ്രിംഗ് ഐസിലേക്ക് അമർത്തി സ്ഥാനം ഉറപ്പിക്കുക. ക്ലിപ്പുകൾ വികലമാണെങ്കിൽ നേരെയാക്കുക. സ്പ്രിംഗിന്റെ സമാന്തരത പരിശോധിക്കുക. ആദ്യത്തെ ലീഫ് സമാന്തരമല്ലെങ്കിൽ നിരസിക്കുക. ഒടുവിൽ ക്ലിപ്പുകൾ ഫിറ്റ് ചെയ്ത് നട്ടുകൾ മുറുക്കുക. ലീഫ് സ്പ്രിംഗിന്റെ പുനർനിർമ്മാണം. ആക്സിലുകളിൽ നൽകിയിരിക്കുന്ന സ്പ്രിംഗ് സാഡിലിൽ സ്പ്രിംഗ് കൃത്യമായി സ്ഥാപിക്കുക. ഒരു ചുറ്റിക ഉപയോഗിച്ച് സ്പ്രിംഗ് ഐ ഹാങ്ങർ ബ്രാക്കറ്റിലേക്ക് വിന്യസിച്ച ശേഷം ഷാക്കിൾ പിൻ ഉപയോഗിച്ച് ഡ്രൈവ് ഇൻ ചെയ്യുക. സ്പ്രിംഗ് ലീഫ് ദ്വാരങ്ങൾ ക്രമീകരിക്കുന്നതിന് വിരലുകൾ ഉപയോഗിക്കരുത്. സ്പ്രിംഗ് ഷാക്കിളിന്റെയും സ്പ്രിംഗ് ബ്രാക്കറ്റുകളുടെയും ക്ലാമ്പ് ബോൾട്ടുകൾ ശരിയാക്കുകയും മുറുക്കുകയും ചെയ്യുക. പാഡുകൾ ശരിയാക്കുക. പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് യു ക്ലാമ്പ് ബോൾട്ടും നട്ടും ചെറുതായി മുറുക്കുക. ജാക്ക് റിലീസ് ചെയ്യുക. ഒടുവിൽ ക്ലാമ്പ് ബോൾട്ട് അല്ലെങ്കിൽ യു ബോൾട്ട് നട്ട്സിന്റെ നട്ടുകൾ ശുപാർശ ചെയ്യുന്ന ടോർക്കിലേക്ക് മുറുക്കുക. ഗ്രീസ് നിപ്പിൾ ലൂബ്രിക്കേറ്റ് ചെയ്ത് യോജിപ്പിക്കുക. അസംബിൾ ചെയ്യാനുള്ള സമയത്ത് യു ബോൾട്ട് ക്ലാമ്പുകൾ മുറുക്കുന്നതിന് പ്രത്യേക ലിവറുകൾ ഉപയോഗിക്കുക. ഈ വീഡിയോയിൽ കോയിൽ സ്പ്രിംഗ് അസംബിൾ ചെയ്യുക, ഷാക്കിൾസ് നീക്കം ചെയ്യുക, ഷാക്കിൾസ് പരിശോധിക്കുക, ലീഫ് സ്പ്രിംഗ് നീക്കം ചെയ്യുക, കേടായ ഭാഗങ്ങൾ പരിശോധിക്കുകയും മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുക, ലീഫ് സ്പ്രിംഗ് അസംബിൾ ചെയ്യുക, ലീഫ് സ്പ്രിംഗ് പുനഃക്രമീകരിക്കുക എന്നിവ നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.